Hi dear students, നമുക്കിനി പഠിക്കാനുള്ളത് how does an ecosystem function എന്നുള്ളതാണ്. അപ്പം നോക്കേ, നമ്മുടെ എവറി ഇക്കോസിസ്റ്റം, ഏതൊരു ഇക്കോസിസ്റ്റം എടുത്താലും നമ്മുടെ നാച്ചുറൽ കണ്ടീഷൻസിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് അത് എനർജി എവിടെ നിന്ന് കിട്ടുന്നു? സണ്ണിൽ നിന്ന് എനർജി കിട്ടുന്നു, പിന്നെ വേരിയസ് ബയോട്ടിക് കമ്പണൻസിലൂടെ കടന്നു പോകുന്നു. All light depends upon this flow of energy. അപ്പോൾ എന്താണ്, ഏതൊരു ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അവിടെ സൂര്യനിൽ നിന്ന് നമ്മൾ എനർജി സ്വീകരിച്ച് ബാക്കി ബയോട്ടിക് കമ്പണൻസിലേക്ക് പാസ് ചെയ്യുകയാണ്. ഓക്കെ, ഈ എനർജി കൂടാതെ തന്നെ മറ്റു പല ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ എന്തിനാവശ്യമാണ്? ലൈഫിന് ആവശ്യമാണ്. ഓക്കെ, സോ ഇതും എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ബയോട്ടിക് കമ്പോണൻസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അവരുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് വിത്ത് ദെയർ ബയോട്ടിക് കമ്പോണൻറ്റ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദി ഇക്കോസിസ്റ്റം. അപ്പോൾ എന്താണ്, ബയോട്ടിക് കമ്പോണൻസ് തമ്മിലും അബയോട്ടിക് കമ്പോണൻസ് തമ്മിലും എന്താണ് ഈ വേണ്ട നമ്മുടെ എനർജി ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. The biotic components also regulate themselves in a very systematic manner and show mechanism to encounter some degree of environmental stress. അപ്പോൾ എന്താണ്, ബയോട്ടിക് കമ്പോണൻസ് അവരെ റെഗുലേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് മാനറിൽ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, എൻവയോൺമെന്റൽ സ്ട്രെസ്സിനനുസരിച്ച് ഇത് എന്താണ്, ഇതിൻ്റെ ഒരു പ്രത്യേകതരം മെക്കാനിസം ഉണ്ട്. എന്താണ്, ട്രാൻസ്ഫർ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മെക്കാനിസവും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് ഓഫ് എക്കോസിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മേജർ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് ആണ് ഫുഡ് ചെയിൻ, പിന്നെ ഫുഡ് വേവ് ആൻഡ് ട്രോപ്പിക് സ്ട്രക്ചർ, പിന്നെന്താണ് എനർജി ഫ്ലോ, അതിനുശേഷം സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ്, അതായത് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൊഡക്ഷൻ വരുന്നു, പിന്നെ ഇക്കോസിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റെഗുലേഷൻ. ആദ്യം നമുക്ക് ട്രോപ്പിക് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. എന്താണ് ട്രോപ്പിക് സ്ട്രക്ചർ? ദി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റം ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ സോ intimately that need to be studied together. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ സ്ട്രക്ചറും ഫങ്ഷൻസും നമ്മുടെ ഇക്കോസിസ്റ്റം എടുത്താൽ അതിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും ഫങ്ഷൻ ആണെങ്കിലും എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ദി ഫ്ലോ ഓഫ് എനർജി ഈസ് മീഡിയേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് ഫീഡിംഗ് റിലേഷൻഷിപ്സ് ഇൻ എ ഡെഫിനിറ്റ് സീക്വൻസ് ഓർ പാറ്റേൺ ഈസ് നോൺ ആസ് ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ എനർജി ഫ്ലോ ഓഫ് എനർജി എന്താണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫ്ലോ ഓഫ് എനർജി തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ സീക്വൻസിനെ പറയുന്ന പേരാണെന്ത്, ഫുഡ് ചെയിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ന്യൂട്രിയൻസ് ടു മൂവ് അലോങ് ദി ഫുഡ് ചെയിൻ. നമ്മുടെ എനർജി മാത്രമല്ല ന്യൂട്രിയൻസും ഈ ഫുഡ് ചെയിനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. The producers and consumers are arranged in the ecosystem in a definite manner and their interaction along with population size as expressed together as tropic structure. ഇനി എന്താണ് ട്രോപ്പിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സും ഈ കൺസ്യൂമേഴ്സും ഒക്കെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഒരു ഡെഫിനറ്റ് ഒരു പർട്ടിക്കുലർ മാനറിലാണ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ പോപ്പുലേഷൻ സൈസിനെ അടിസ്ഥാനമാക്കി ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിലും കൺസ്യൂമേഴ്സിൻ്റെ ആണെങ്കിലും ഇൻ്ററാക്ഷനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണെന്ത്, ട്രോപ്പിക് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, ഈച്ച് ഫുഡ് ലെവൽ ഈസ് നോൺ ആസ് ട്രോപ്പിക് ലെവൽ and the amount of living matter at each tropic level at a given time is known as standing crop അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ബയോമാസ്. നമുക്ക് ഓരോ ലെവലിൽ, നമുക്ക് ട്രോപ്പിക് ലെവൽ എന്താണ്, ഈ ഓരോ ലെവലിനെ നമുക്ക് എന്തെന്ന് പറയാം, ആ ഫുഡ് ലെവലിനെ നമുക്ക് ട്രോപ്പിക് ലെവൽ എന്ന് പറയാം. ഇനി എത്രത്തോളം ലിവിങ് മാറ്റർ ഈ ഓരോ ട്രോപ്പിക്കൽ ലെവലിലും ഉണ്ടോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അതിനെ സ്റ്റാൻഡിങ് ക്രോപ്പ് അതല്ലെങ്കിൽ സ്റ്റാൻഡിങ് ബയോമാസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ഫ്ലോ ഓഫ് ന്യൂട്രിയൻ്റ് എന്താണ്, എനർജി അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ന്യൂട്രിയൻ സൈക്കിളോ ഒക്കെ നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്, ഫ്ലോ ഓഫ് എനർജി ആൻഡ് എന്താണ് മാറ്റർ ടേക്സ് പ്ലേസ് ഇൻ, എങ്ങനെയാണ് എന്താണ് ദി പാത്ത് ത്രൂ വിച്ച് ദി ഫ്ലോ ഓഫ് എനർജി ആൻഡ് മാറ്റർ ടേക്ക് പ്ലേസ് ഇൻ ഇക്കോസിസ്റ്റം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. പിന്നെന്താണ് ഫുഡ് ചെയിൻസ്, അടുത്തതാണെന്ത്, ഫുഡ് ചെയിൻസ് ഉണ്ട്.
The sequence of eating and being eaten in an ecosystem is known as food chain. എന്താണ് ഇത് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കഴിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന ആ ഒരു സീക്വൻസ് ആണ് എന്ത് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. All organisms living or dead, living ആണെങ്കിലും dead ആണെങ്കിലും are potential food for some other organism and thus is essentially no waste in the functioning of a natural ecosystem. നമ്മുടെ നാച്ചുറൽ ആയിട്ടൊരു എക്കോസിസ്റ്റം നോക്കിയാൽ ഒന്നും വേസ്റ്റ് ഇല്ല. ജീവനുള്ളതോ അതല്ലെങ്കിൽ മരിച്ചതോ ആയിട്ടുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓർഗാനിസംസ് അവിടെ ഫുഡ് ആക്കുന്നുണ്ട് അല്ലേ. എക്സാമ്പിൾ ഒരു കാറ്റർപില്ലർ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന്റ് ലീഫ് ഈറ്റ് ചെയ്യുന്നു അല്ലേ. പ്ലാന്റ് എന്താ ഇല ആര് ഈറ്റ് ചെയ്യുന്നു, കാറ്റർപില്ലർ ഈറ്റ് ചെയ്യുന്നു. എ സ്പാരോ ഈറ്റ്സ് ദാറ്റ് കാറ്റർപില്ലർ. ഇനി എന്താ, ആ പ്ലാന്റിനെ കാറ്റർപില്ലർ ഈറ്റ് ചെയ്യുന്നു, ആ കാറ്റർപില്ലറിനെ ഒരു സ്പാരോ ഈറ്റ് ചെയ്യുന്നു. അതെന്താണ്, എ ക്യാറ്റ് ഓർ ഹോഗ് ഈറ്റ് സ്പാരോ ആൻഡ് വെൻ ദേ ഓൾ ഡൈ ദേ ഓൾ കൺസ്യൂംഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ഓർ ഫംഗി, ദാറ്റ് ഈസ് ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും, അവരെ കൺസ്യൂം ചെയ്യും. അപ്പൊ ഒരു എന്താണ് പച്ചക്കറി അല്ലെങ്കിൽ എന്താണ് പ്ലാന്റിനെ ഒരു എന്താണ് ഒരു നമുക്ക് കാറ്റർപില്ലർ ഈറ്റ് ചെയ്യുന്നു, അതിനെ ഒരു പക്ഷി അത് കഴിക്കുന്നു, ആ പക്ഷിയെ മറ്റൊന്ന് കഴിക്കുന്നു. പിന്നെ ഈ വലിയ എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അവരെ എന്താണ് അവരെ നമ്മളുടെ മരിച്ചു കഴിയുമ്പോൾ ഡീകമ്പോസേഴ്സ് അതിനെ ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവർ തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം എന്താണ് ഈ കൺസ്യൂമേഴ്സ് നമ്മുടെ ഈ ഡെഡ് ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഓർഗാനിക് മാറ്റർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അത് എന്ത് ചെയ്യും, സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറി അത് എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് ആയിട്ട് വേര് വഴി എന്ത് ചെയ്യും, ഈ ന്യൂട്രിയൻസിനെ നമ്മുടെ പ്ലാന്റ്സ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മുടെ ഫുഡ് ചെയിൻ എക്സാമ്പിൾസ് നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലുള്ള ഒരു ഫുഡ് ചെയിൻ, സിമ്പിൾ ഫുഡ് ചെയിൻ എഴുതാൻ പറയും. ഓക്കെ, അപ്പം നോക്കി ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം ആണെങ്കിൽ അതിന് ഒരു ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണ് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം ആണെങ്കിലുള്ള ഒരു ഫുഡ് ചെയിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കേ, ഒരു പോണ്ട് എക്കോസിസ്റ്റം ആണെങ്കിലോ, ഒരു പോണ്ട് ഇക്കോസിസ്റ്റം ആണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഉണ്ട്, അതിനെ വാട്ടർ ഫ്ലീസ് തിന്നുന്നു, അത് ആ വാട്ടർ ഫ്ലീസിനെ ഫിഷ് കഴിക്കും, ആ ഫിഷിനെ ട്യൂന ഫിഷ് കഴിക്കും. സോ ഇതെന്താണ് നമ്മുടെ പോണ്ട് ഇക്കോസിസ്റ്റത്തിലെ ഒരു ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണ്. ഇത് നോക്കിയേ, ആർട്ടിക് എന്താണ് ടുൻഡ്ര ആണെങ്കിൽ നോക്കുക, എന്താണ് ലിച്ചൻസ്, എന്താണ് റീഇൻഡിയർ ആൻഡ് മാൻ. ഓക്കെ, ഇതൊക്കെ എന്താണ് നമുക്കിപ്പോൾ ഓരോ ഏരിയ ഓരോ ഇക്കോസിസ്റ്റം നോക്കിയാലും അവിടുത്തെ ഫുഡ് ചെയിൻ നമുക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, ഇനി നോക്കുക, നമ്മളുടെ അടുത്തൊരു പിക്ചർ കാണിക്കുന്നുണ്ട്, അതെന്താണ് ടിപ്പിക്കൽ ഫുഡ് ചെയിൻ ഓൺ ലാൻഡ് ആൻഡ് സീയെ കുറിച്ചാണ് കാണിക്കുന്നത്. Each organism in the ecosystem is assigned a feeding level or trophic level depending on its nutritional status. Thus, in grassland food chain, grasshopper occupies the first trophic level. എന്താണ് grasshopper ആണ് ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ കാണുക. ഫ്രോഗ് എന്താണ് സെക്കൻഡ് ട്രോപ്പിക് ലെവൽ ആണ്. ആൻഡ് സ്നേക്ക് ആൻഡ് ഹോക്ക് occupy third and fourth tropic levels respectively. The decomposers consume the dead matter of all these tropic levels. എല്ലാത്തിൻ്റെയും ഡെഡ് മാറ്ററിനെ കഴിക്കുന്ന ആരാണ്, ഡീകമ്പോസേഴ്സ് ആണ്. ഇപ്പം നോക്കി ഈ ഒരു ഇമേജ് നോക്കുക, ഇതിനകത്ത് എന്താണ് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പം ഫുഡ് ചെയിൻ ഇൻ എ ടെറസ്ട്രിയൽ ആൻഡ് മറൈൻ ഇക്കോസിസ്റ്റം ആണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമ്പിൾസ്, ഇതല്ല നിങ്ങൾക്ക് മറ്റ് എക്സാമ്പിൾസ് വെച്ച് എഴുതാൻ കഴിയും. അപ്പോൾ ഓരോ ഇക്കോസിസ്റ്റത്തിലെയും ഫുഡ് ചെയിൻ എഴുതാൻ പഠിച്ചിരിക്കാം. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എന്തുണ്ട് ഫുഡ് ചെയിൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്താണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. അതെന്തായിരിക്കും, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഗ്രീൻ പ്ലാന്റ്സ്. ഓർത്തിരിക്കുക, എന്താണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആകുമ്പം സ്റ്റാർട്ട്സ് വിത്ത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. അതായത് പ്രൈമറി പ്രൊഡ്യൂസറിൽ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് എന്താണ് culminates in carnivores. കാർണിവോഴ്സിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. All the examples cited above show this type of food chain. അതർ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നത്. ഇതും എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ആൽഗെ, വാട്ടർ ഫ്ലീ, സ്മോൾ ഫിഷ്, ട്യൂണ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് ഡിട്രീഷ്യസ് ഫുഡ് ചെയിൻ. ഇവിടെ എന്താണ് ഒരു
ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും? ഇത് കൺസ്യൂം ചെയ്യും. Partially decomposed dead organic matter and even the decomposers are consumed by detritivores and their predators. An example of the detritus food chain is seen in the mangrove ecosystem. Okay, എസ്റ്റുറിയിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ detritus food chain കാണാൻ കഴിയും. കണ്ടോ? ഇതിനൊരു എക്സാമ്പിൾ ആണ്. Here, a large quantity of leaf material falls in the form of litter into water. The leaf fragments are eaten by saprotrophs. എന്ത് ചെയ്യുന്നു? അതിനെ കഴിക്കുന്നു. Okay, saprotrophs എന്ന് പറഞ്ഞാൽ are those organisms which feed on dead organic matter. Dead organic matter കഴിക്കുന്നതാണ് എന്ത്? Saprotrophs. These fallen leaves are colonized by small algae which are also consumed by the saprotrophs or detritivores consisting of crabs, mollusks, shrimps, insect larvae and nematodes and fishes. Okay, ഇനി അതാണ് നമ്മൾ പറഞ്ഞ അടുത്തത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇതിന്റെ ഒരു മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിന്റെ ഒരു എന്താണ് ഫ്ലോ ആണ് ഈ ഫുഡ് ചെയിൻ ആണ് പറഞ്ഞത്. ലീഫ് ലിറ്റർ ഉണ്ട്, അത് ആൽഗ കൺസ്യൂം ചെയ്യും. ക്രാബ്, സ്മോൾ കാർണിവോറസ് ഫിഷ്, ലാർജ് കാർണിവോറസ് ഫിഷ്. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ? ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ആണെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫംഗൈ തിന്നുന്നു, അതിനെ ബാക്ടീരിയ കഴിക്കുന്നു. ഓക്കെ, സോ ദി ഗ്രേസിംഗ് ഫുഡ് ചെയിൻ derives its energy basically from plant energy, while in detritus food chain it is obtained primarily from പ്ലാന്റ് ബയോമാസ് ആണ്. മറ്റേത് എന്താണ്? ലിവിങ് പ്ലാന്റിൽ നിന്നാണെങ്കിൽ നമുക്ക് പ്ലാന്റ് എനർജിയിൽ നിന്നാണെങ്കിൽ ഇവിടെ എന്താണ്? പ്ലാന്റ് ബയോമാസിൽ നിന്നാണ്. അതല്ലെങ്കിൽ സെക്കൻഡറിലി ഫ്രം മൈക്രോബിയൽ ബയോമാസിൽ നിന്നും, ടെർഷ്യർലി ഫ്രം കാർണിവോസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. Both the food chains occur together in ecosystems, but grazing food chain usually predominates. എന്താണ്? grazing food chain ആണ് യൂഷ്വൽ ആയിട്ട് കൂടുതലായിട്ടും കാണുന്നത്. ഇനി നോക്കുക, ഫുഡ് വെബ്. എന്താണ് ഫുഡ് വെബ്? Food chains in ecosystem are rarely found to operate as isolated linear sequences. അപ്പം നമുക്കൊരു ഇപ്പം എന്താണ് ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ പുല്ല് ഗ്രാസ് ഹോപ്പർ മാത്രമേ കഴിക്കൂ, ഗ്രാസ് ഹോപ്പറിനെ സ്പാരോ മാത്രമേ കഴിക്കൂ, അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കപ്പോൾ ഒരു എന്താണ് സ്ട്രേറ്റ് ചെയിൻ, ഒരു ഐസൊലേറ്റഡ് ലീനിയർ സീക്വൻസ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അതിന് പകരം എന്താണ്? ഇവർ പരസ്പരം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. അങ്ങനെ അത് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക്, ഒരു സെവറൽ ലിങ്കേജസ് ഉള്ള ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോംപ്ലക്സ് നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് എന്ത്? ഫുഡ് വെബ്സ് എന്ന് പറയാം. Okay, so നമുക്ക് എന്ത് പറയും? A food web is a network of food chains where different types of organisms are connected at a different trophic levels so that there are a number of options of eating and being eaten at each trophic level. അപ്പോൾ എന്താണ്? അവർ കഴിക്കാനും ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുക്കാം. മനുഷ്യർ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ പരസ്പരം ഈ ഫുഡ് ചെയിൻ പരസ്പരം എന്താണ്? ഇന്റർലിങ്ക്ഡ് ആണ്. അങ്ങനെ ഒരു വെബാണ്, ഒരു നെറ്റ്വർക്കാണ്. അവിടെ ഓരോ ടോപ്പിക് ലെവലുമായിട്ട് പരസ്പരം എന്താണ്? കഴിക്കാനും കഴിക്കപ്പെടാനും ചാൻസ് ഉള്ള ഒരു നെറ്റ്വർക്ക് ആണ് എന്ത്? നമുക്ക് ഈ ഫുഡ് ചെയിൻസ് എന്തെങ്കിലും ഒരു വെബായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എന്താണ് നമുക്ക് വരുന്നത്? ഒരു അന്റാർട്ടിക് ഇക്കോസിസ്റ്റത്തിലുള്ള ഒരു ഫുഡ് വെബിനെ കുറിച്ചാണ് വരുന്നത്. This represents the total ecosystem including the Antarctic Sea and the continental land. The land does not show any higher life forms of plants. The only species are that of small algae. നോക്കാം, ഇത് ഒരു സിംപ്ലിഫൈഡ് ഫുഡ് വെബ് ഇൻ അന്റാർട്ടിക് ഇക്കോസിസ്റ്റം ആണ്. ഇതുപോലെ നമ്മുടെ റീജിയനിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്കോസിസ്റ്റത്തിന് വെബ് എന്താണ്? ഫുഡ് വെബ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് നോക്കാം, ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് എന്താണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ ഉണ്ട്, അതിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് ക്രില്ല് ഒന്ന് കൺസ്യൂം ചെയ്യാം, അതല്ലെങ്കിൽ ഹെർബിവോറസോ അല്ലെങ്കിൽ പ്ലാങ്ക്ടണോ ഒക്കെ എന്ത് ചെയ്യാം? കൺസ്യൂം ചെയ്യാം. ഇവരെ എന്ത് ചെയ്യാം? കാർണിവോറസ് അല്ലെങ്കിൽ കാർണിവോറസ് പ്ലാങ്ക്ടൺ കൺസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? സ്നോ പെട്രൽ ചെയ്യാം, പെൻഗ്വിൻ കഴിക്കാം, അല്ലെങ്കിൽ ഫിഷ്, ഇതിനെ എന്താണ്? ഫിഷ് കഴിക്കാം. ഇങ്ങനെ എന്താണ് പല രീതിയിൽ പല വെബ് പല എന്താണ് ലീനിയർ ചെയിൻസിന്റെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും എവിടെ കാണാൻ കഴിയുക? നമുക്ക് ഫുഡ് വെബിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി
നോക്കി ഇതുപോലെ തന്നെ നിങ്ങൾ പല രീതിയിലുള്ള നിങ്ങൾ എഴുതുക. എനർജി ആണെങ്കിലും നമ്മുടെ മാറ്റർ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. Why has nature evolved food webs in ecosystem instead of simple linear food chains? എന്തുകൊണ്ടായിരിക്കാം സിമ്പിൾ ലീനിയർ ഫുഡ് ചെയിൻ അല്ലാണ്ട് നമ്മുടെ നേച്ചർ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് വെബ്സ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം? അതായത് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇക്കോസിസ്റ്റം കിട്ടും. എന്താണ് ഈ ഫുഡ് വെബ് ആണെങ്കിൽ നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അതായത് ഇടയ്ക്ക് ഏതെങ്കിലും ഒന്ന് നശിച്ചാൽ അല്ലെങ്കിൽ എന്തിച്ച് ക്ഷാമം ഉണ്ടായാലും സാധാരണ ലീനിയർ ചെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ആ ഫുഡ് ചെയിൻ മൊത്തം നശിച്ചു പോകും. പക്ഷേ ഈ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫുഡ് വെബ് ഉള്ളത് കാരണം അവിടെ എന്തല്ല, അങ്ങനെ ഒരു സ്പീഷീസ് ഇച്ചിരി കുറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊന്നിന് എന്താണ് അത്രയും പൂർണ്ണമായ ഒരു നാശം അവിടെ ഉണ്ടാവുകയില്ല. ഓക്കെ, ഇൻ എ ലീനിയർ ഫുഡ് ചെയിൻ ഇഫ് വൺ സ്പീഷീസ് become extinct or one species suffers, then the species in the subsequent trophic levels are also affected. In a food web, on the other hand, there are a number of options available at each trophic level. So if one species is affected, it does not affect other trophic levels so seriously. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫുഡ് വെബ് ആകുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസിനെ ഒന്ന് അഫക്റ്റ് ചെയ്താലും ബാക്കിയുള്ളവരൊന്നും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ലീനിയർ ഫുഡ് ചെയിൻസ് അവിടെ എന്ത് വരുന്നു, ഏതെങ്കിലും ഒരു ട്രോപ്പിക് ലെവലിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു കുറവ് ബാക്കി എല്ലാ ലെവലിലേക്കും അത് കാണാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, just consider the simple food chains of Arctic ecosystem. എന്താണ് ക്ലാഡോണിയ, reindeer man, grass, എന്താണ് caribou wolf. If due to some stress the population of reindeer and caribou fowls, it will leave little option for man or wolf to eat from the ecosystem. അപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ട്രോപ്പിക്കൽ ലെവലിൽ ഉണ്ടാകുന്ന ഒരു ക്ഷാമം ബാക്കി ലെവലിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നേച്ചർ ഒരു ഫുഡ് വെബ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് എന്താണ് ലീനിയർ ഫുഡ് ചെയിൻസ് അല്ല. സിഗ്നിഫിക്കൻസ് ഓഫ് ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കും എന്തൊക്കെയാണ് ഫുഡ് ചെയിൻ്റെ അല്ലെങ്കിൽ ഫുഡ് വെബിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിക്കാം. ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ്സ് പ്ലേ എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി ഇക്കോസിസ്റ്റം ബിക്കോസ് ദി ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് എനർജി ഫ്ലോ ആൻഡ് ന്യൂക്ലിയൻ സൈക്ലിംഗ് ടേക്ക് പ്ലേസ് ത്രൂ ദം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഇവിടെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ എനർജി ഫ്ലോയും ന്യൂട്രിയൻ സൈക്ലിങ്ങും ഒക്കെ നടക്കുന്ന ഏത് വഴിയാണ്, നമ്മുടെ ഈ ഫുഡ് ചെയിൻസ് അല്ലെങ്കിൽ ഫുഡ് വെബ് വഴിയാണ്. അടുത്തതാണ് ഫുഡ് ചെയിൻസ് ഓൾസോ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് and regulating the population size of different animals that help maintain ecological balance. അതായത് ഇപ്പം നമുക്ക് പറയാം തവള തിന്നാനുള്ളത് എന്താ, പാമ്പ് ഇല്ല എങ്കിൽ നോക്കുക എന്താണ് തവള പെരുകിക്കൊണ്ടേയിരിക്കും അല്ലേ, അതെന്താണ് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഒരു ഇക്കോളജിക്കൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഫുഡ് വെബ് ആവശ്യമാണ്. മൂന്നാമത്തത് ഫുഡ് ചെയിൻ ഷോ എ യുണീക് പ്രോപ്പർട്ടി ഓഫ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഓഫ് സം കെമിക്കൽസ്. There are several pesticides, heavy metals and other chemicals which are non-biodegradable in nature. Such chemicals are not decomposed by microorganisms and they keep on passing from one trophic level to another. And at each successive trophic level, they keep on increasing the concentration. This phenomenon is known as biomagnification or biological magnification. അപ്പോൾ എന്താണ് അപ്പോൾ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കൊണ്ട് ആദ്യം കഴിക്കുന്ന ആൾ ആദ്യത്തെ ട്രോപ്പിക് ലെവലിലുള്ള ആൾ കൺസ്യൂം ചെയ്യുന്നു, അതിനെ കൺസ്യൂം ചെയ്യുന്ന എന്താണ് ലെവൽ അടുത്ത കഴിക്കും. ഇങ്ങനെ എന്താണ് ഓരോ ട്രോപ്പിക്കൽ ലെവൽ കഴിയും തോറും ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടി കൂടി വരും. ഓക്കെ, സോ നമുക്ക് പറയാം ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് പറയാം ഫുഡ് ചെയിൻസിൻ്റെ ഒരു യുണീക് പ്രോപ്പർട്ടിയാണ് എന്ത്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അടുത്തത് ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് DDTയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. നമുക്ക് ബയോമാഗ്നിഫിക്കേഷൻ എന്ന DDT നമുക്കറിയാം, DDT നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ്. അതായത് some birds like osprey were found to suffer a sharp decline in their population. The young ones of these birds were found to hatch out in premature condition leading to their death. അതായത് ഈ ഒരു എന്താണ് ബേർഡിന്റെ പ്രിമേച്ചർ ബർത്ത് ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ മുട്ട പൊട്ടി പുറത്ത് വരുന്നു. അങ്ങനെ എന്താണ് അവർക്ക് അല്ലെങ്കിൽ അവർ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. This was later found to be due to biomagnification of DDT through food chains. DDT sprayed for pest control was in very low concentration, but its concentration increased along the food chain through phytoplanktons to zooplanktons and then fish which was eaten by the birds.
The concentration of DDT was magnified several thousand times in birds, which caused the thinning of shells in the bird's eggs, causing death of the young ones. അപ്പോൾ എന്താണ് നമ്മുടെ ബയോ മാഗ്നിഫിക്കേഷൻ നടക്കുന്നു. ആദ്യം ഉണ്ട് ഫൈറ്റോ പ്ലാങ്ക്ടൻസിൽ നിന്ന് എന്ത് വരുന്നു, നമ്മുടെ സൂ പ്ലാങ്ക്ടൻസിലേക്ക് പോകുന്നു, അത് ഫിഷ് കഴിക്കുന്നു, അങ്ങനെ ബേർഡ്സിലേക്ക് എത്തുന്നു. അപ്പം ബേർഡ്സ് എത്തുമ്പോൾ എന്താണ് ബയോ മാഗ്നിഫിക്കേഷൻ കൂടുതലാണ്. അപ്പോൾ ഇവർ മുട്ടയുടെ തോടിന്റെ കട്ടി പോകുന്നു, അതിന്റെ ഫലമായിട്ട് എന്താണ് യങ് വൺസിന്റെ എന്താണ് മരണം അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്നു. It becomes very clear from the above instance that the animals occupying at a higher trophic levels are at a higher risk of biomagnification of toxic chemicals. Human beings consuming milk, egg and meat are at the higher trophic level. So we have to stop indiscriminate use of pesticides or heavy metals if we wish to save ourselves from their biologically magnified toxic level. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും ഇല്ലേ, കീടാണുക്കളെ അകറ്റാൻ വേണ്ടി. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും നമ്മളറിയാം ഹയർ ട്രോപ്പിക്കൽ ലെവലിലുള്ളതാണ് ഹ്യൂമൻസ് അല്ലേ. സോ ഹ്യൂമൻ ഹയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ബയോ മാഗ്നിഫിക്കേഷൻ വളരെ കൂടുതലായിരിക്കും. സോ നമ്മുടെ ഹെൽത്ത് നമുക്ക് എന്താണ് ഡേഞ്ചർ അപകടം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഈ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇക്കോളജിക്കൽ പിരമിഡ്സ് ആണ്. വളരെ കുഞ്ഞു ക്ലാസ്സിൽ ബയോളജിക്കൽ പഠിച്ചതാണ് ഇക്കോളജിക്കൽ പിരമിഡ് എന്താണെന്ന്. സോ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ട്രോപ്പിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആൻ ഇക്കോസിസ്റ്റം സ്റ്റാർട്ടിംഗ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് അറ്റ് ദി ബേസ് ആൻഡ് സക്സസീവ് ട്രോപ്പിക് ലെവൽസ് ഫോമിംഗ് ദി എപെക്സ് ഈസ് നോൺ ആസ് ഇക്കോളജിക്കൽ പിരമിഡ്. ഒരു പിരമിഡ് പോലെ നമ്മൾ വരയ്ക്കുകയാണ്. എന്താണ് ഇങ്ങനെയെല്ലാം നേരെ എന്താണ് ഒരു പിരമിഡ് പോലെ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഏറ്റവും താഴെ ലെവലിൽ എന്താണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിനും പിന്നെ ഓരോ ലെവൽ വരുമ്പോൾ എന്താണ് ബാക്കിയുള്ള കൺസ്യൂമേഴ്സിനെയും നമ്മൾ എഴുതുന്നു. ഓക്കെ, pyramid of numbers. It represents the number of individual organisms at each trophic level. We may have upright or inverted pyramid numbers depending upon the type of ecosystem and food chain as shown. Okay, എന്താണ് നമുക്ക് ഫുഡ് ചെയിൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം അനുസരിച്ച് അത് ഏത് ടൈപ്പ് പിരമിഡ് ആണെന്നുള്ളത് വ്യത്യാസം വരും. A grassland ecosystem and a pond ecosystem show an upright pyramid of numbers. The producers in the grasslands are grasses and the size of pond are phytoplanktons. അല്ലെങ്കിൽ എന്താണ് algae ആണ്, which are small in size and very large in number. So the producers form a broad base. The herbivores in the grassland are insects, while tertiary carnivores, hogs or other birds which are gradually less and less in number, and hence the pyramid apex become gradually narrower forming an upright. അപ്പോൾ നോക്കുക, പ്ലാന്റ്സ് നമുക്കറിയാം, നമ്മുടെ കേസിനെ പ്ലാന്റ്സ് ഏറ്റവും കൂടുതലുണ്ട്, അതിൽ കുറവായിരിക്കും എന്ത് അത് കൺസ്യൂം ചെയ്യുന്നതിൽ, അതിലും കുറവായിരിക്കും അടുത്ത ആൾ. ഇങ്ങനെ എന്ത് ചെയ്യും, മുകളിലേക്ക് പോകുന്തോറും എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ നമുക്കൊരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, സോ അതിന്റെ ഏറ്റവും മുകളിൽ എന്തായിരിക്കും വളരെ നാരോവർ ആയിട്ടായിരിക്കും കിട്ടുക. സിമിലർ കേസാണ് നമുക്ക് ഹെർബിവോസിന്റെയും കേസിൽ. ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ടോപ്പ് കാർണിവോസ് ഇൻ പോണ്ട് എങ്ങനെയായിരിക്കും, പോണ്ടിന്റെ കേസിലാണെങ്കിലും ഹയർ ട്രോപ്പിക് ലെവൽ ആകുമ്പോൾ അവിടെ എന്താണ് നമ്പർ വളരെ കുറവായിരിക്കും. ഇത് നോക്കി കേസ് പറയുന്നത് നോക്കുക. നമുക്ക് ആദ്യം ടോപ്പ് കാർണിവോസ് കാണുന്നത് എങ്ങനെയാണ്, പ്രൊഡ്യൂസേഴ്സ്, ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ടോപ്പ് കാർണിവോസ്. ഗ്രാസസ്, ഇൻസെക്ട്സ്, ഫ്രോഗ്സ്, ബേർഡ്സ്, ഹോഗ്സ് അല്ലെങ്കിൽ എന്താണ് അതർ ബേർഡ്സ് വരുന്നു. ഇനി നോക്കുക നമ്മുടെ എന്താണ് ഈ രണ്ടാമത്തെ കേസ് നോക്കിയേ, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ട്രീസ് ആണ്, പിന്നെ ഇൻസെക്ട്സ്, ബേർഡ്സ് എന്താണ് അതിൽ കൂടുതൽ ഉണ്ടാകും, അതിൽ കുറവായിരിക്കും സ്നേക്സ്, ഫോക്സ്, ലിസാർഡ്സ് ഒക്കെ അതിൽ കുറവായിരിക്കും, ലയൺ ഒക്കെ എന്താണ് ഇതിലും കുറവായിരിക്കും. സോ ആദ്യം ട്രീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ കുറച്ചായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ അടുത്ത ഇൻവേർട്ടഡ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പ്രൊഡ്യൂസേഴ്സ്, ഹെബിവോസ്, പാരസൈറ്റ്സ്, ഹൈപ്പർ പാരസൈറ്റ്സ്, ട്രീസ്, ബേർഡ്സ്, പിന്നെ ലൈഫ് ബഗ്സ്, പിന്നെ ഫ്ലീസ്, മൈക്രോബ്സ് ഒക്കെ എന്താണ് കൂടി വരും. സോ ഇതെന്താണ് ഒരു ഇൻവേർട്ടഡ് പിരമിഡ്. അപ്പൊ ഈ 3 ടൈപ്പ് പിരമിഡും വരയ്ക്കാൻ പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസും കറക്റ്റ് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് പിരമിഡ് എന്താണ്, ആദ്യത്തേത് ഒന്നാമത്തെ കാണുന്ന ഗ്രാസ് ലാൻഡ് ആണ്, 2 ഫോറസ്റ്റ് ആണ്, 3 പാരസൈറ്റിക് ഫുഡ് ചെയിൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഗ്രാസ് ലാൻഡിന്റെ പിരമിഡ് എങ്ങനെയാണ്, ഫോറസ്റ്റ് എങ്ങനെയാണ് പിരമിഡ്, പാരസൈറ്റിക് ഫുഡ് ചെയിൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പം കറക്റ്റ് ആയിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് വരയ്ക്കാനും പഠിച്ചിരിക്കാം. Okay, so in a forest ecosystem, big trees are the producers. എന്താണ് big trees are the producers which are less in number and hence form a narrow base. നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടാമത്തെ ബി എന്നുള്ള നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു, അവിടെ എന്താണ് ഇക്കോസിസ്റ്റം ഫോറസ്റ്റ് ആകുമ്പോൾ അവിടെ പ്രൊഡ്യൂസേഴ്സ് എന്താണ് ബിഗ് ട്രീസ് ആണ്, അത് നമ്പർ കുറവായിരിക്കും. ഓക്കെ,
Larger number of herbivores including birds, insects and several species of animals fed them എന്താണ് ഫീഡ് അപ്പോൺ ദി ട്രീസ്. അപ്പോൾ എന്താണ് ലീവ്സും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ബാർക്കും ഒക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന ബേർഡ്സും ഇൻസെക്റ്റും ഒക്കെ അല്ലെങ്കിൽ എന്താണ് മറ്റ് ചില ആനിമൽസും ഒക്കെ കൺസ്യൂം ചെയ്യും. അപ്പം ട്രീസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും എന്ത് നെക്സ്റ്റ് ട്രോപ്പിക് ലെവൽ. Okay, and much from form a broader middle level. The secondary consumers like frogs, snakes, lizards, etc. are less in number than herbivores, while top carnivores like lion, tiger, etc. still smaller in number. അപ്പോൾ എന്താണ് നമ്മൾ ട്രീസ് മാത്രമേ നമുക്കൊരു ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണ് ഹെർബിവോസും കാർണിവോസും വരുന്നു. ബാക്കിയെല്ലാം എന്താണ് റെഗുലർ ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് ബിയിൽ നമ്മൾ ഫോറസ്റ്റിന്റെ കണ്ട ഇമേജ്. അത് അതുപോലെ വരയ്ക്കാൻ പഠിക്കാം. അടുത്ത ക്ലാസ് ആണ് പാരസൈറ്റിക് ഫുഡ് ചെയിൻ ഷോസ് ആൻഡ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പർ. ഇൻവേർട്ടഡ് പിരമിഡ് പാരസൈറ്റിക് ഫുഡ് ചെയിൻ ആണ്. ദി പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് എ ഫ്യൂ ബിഗ് ട്രീസ് harbor fruit eating birds acting like herbivores which are larger in number. A much higher number of lice, bugs, etc. grow as parasites on these birds, while a little greater number of എന്താണ് ഹൈപ്പർ പാരലൈറ്റ്സ് ലൈക്ക് ബഗ്സ് ഉണ്ട്, ഫ്ലീസ് ഉണ്ട്, മൈക്രോബ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആണ് നമുക്ക് മൂന്നാമത് കാണാൻ കഴിയുന്നത്. ആ മൂന്ന് പിരമിഡ്സും വരയ്ക്കാൻ പഠിച്ചിരിക്കുക. ഇനി പിരമിഡ് ബയോമാസ് ഉണ്ട്. എന്താണ് പിരമിഡ് ബയോമാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ടോട്ടൽ ബയോമാസ് ഡ്രൈ മാറ്റർ ആണ്. ഓരോ ട്രോപ്പിക് ലെവലിലും നമ്മുടെ ഫുഡ് ചെയിനിലെ ഓരോ ട്രോപ്പിക് ലെവലിലുമുള്ള ഡ്രൈ മാറ്റർ അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ ബയോമാസ് ആണ് നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസിൽ വരുന്നത്. ഓക്കെ, ദി പിരമിഡ് ഓഫ് ബയോമാസ് ക്യാൻ ഓൾസോ ബി അപ്രൈറ്റ് ഓർ ഇൻവേർട്ടഡ്. ഇതും എന്താവാം അപ്രൈറ്റോ ഇൻവേർട്ടഡോ ആകാം. ഓക്കെ, നമുക്ക് കാണുന്ന അടുത്ത പേജിൽ കാണുന്ന ഫോറസ്റ്റിന്റെയും അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിന്റെയും എന്താണ് ബയോമാസ് പിരമിഡ് ആണ്. അതും നോക്കാം. ഇതും നമുക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഫോറസ്റ്റ് എന്താണ് അപ്രൈറ്റ് ആണ് ഇൻ കോൺട്രാസ്റ്റ് ടു ഇറ്റ്സ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക പിരമിഡ് ഓഫ് ബയോമാസ് വരുമ്പോൾ ഫോറസ്റ്റ് അപ്രൈറ്റ് ആണ് വരുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് നമ്പേഴ്സ് വരുമ്പോൾ എന്തായിരുന്നു ഇൻവേർട്ടഡ് ആയിരുന്നു അല്ലേ. അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദി പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് ഈസ് ട്രീസ് ആണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. അവരെന്ത് ചെയ്യും അക്യുമുലേറ്റ് എ ഹ്യൂജ് ബയോമാസ് ആണ്. നമ്മുടെ കൺസ്യൂമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ട്രീസിന് ഒരു ഹ്യൂജ് ബയോമാസ് ഉണ്ട്. ദി ടോട്ടൽ ബയോമാസ് ഫീഡിങ് ഓൺ ദം ഡിക്ലൈൻസ് അറ്റ് ഹയർ ട്രോപ്പിക് ലെവൽ. ഹയർ ട്രോപ്പിക് ലെവൽ ആകുമ്പോൾ അത് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പം നോക്കിയേ നമ്മുടെ പിരമിഡ് ഓഫ് ബയോമാസിന്റെ ഗ്രാസ് ലാൻഡിന്റെ ഒരു പിരമിഡാണ്. ഇവിടെ എന്താണ് അടുത്ത പോണ്ടിന്റെ ആണ്. ഇതിന്റെയും ഈ ഒരു ലെവൽ പോണ്ടിന്റെ എന്ത് വരുന്നു ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നു. ഗ്രാസ് ലാൻഡ് ആകുമ്പോൾ എന്താണ് നമുക്ക് അപ്വേർഡ് ആയിട്ടുള്ള ഒരു ബയോമാസ് ആണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഈ പിരമിഡും വരയ്ക്കാൻ പഠിച്ചിരിക്കുക. The pond ecosystem shows an inverted pyramid of biomass. The total biomass of producers, that is എന്താണ് phytoplanktons ആണ്, is much less as compared to herbivores. നമ്മുടെ zooplanktonനെ കുറിച്ച് അതായത് എന്താണ് ഇൻസെക്ട്സോ zooplanktonസോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവാണ്. അതിലും എന്താണ് ബയോമാസ് ആണ് കേട്ടോ മാറ്റർ ആണ്. ബയോമാസ് കൂടുതലായിരിക്കും എന്ത് കാർണിവോസിന് സ്മോൾ ഫിഷിന്. അതിലും കൂടുതലായിരിക്കും ടെർഷറി കാർണിവോസ് ബിഗ് ഫിഷസ് അതിലും മാസ് ഉണ്ടാകും. ബയോമാസ് കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം ഇതൊരു ഇൻവേർട്ടഡ് വിത്ത് നാരോ ബേസ് ആൻഡ് ബ്രോഡ് അപ്പെക്സ് ആയിരിക്കും. എന്ത് കേസ് ഓഫ് ഏത് വരിക പോണ്ടിന്റെ കേസ് വരിക. പോണ്ടിന്റെ ബയോമാസ് പിരമിഡ് ആണ്. ഓരോ ടൈപ്പും നമ്പർ ആണോ പിരമിഡ് നമ്പർ ആണോ പിരമിഡ് ബയോമാസ് ആണോ എന്ന് കറക്റ്റ് നോക്കി മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പിരമിഡ് ഓഫ് എനർജി ഉണ്ട്. ദി എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് അറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ. ഓരോ ലെവലിലുമുള്ള എമൗണ്ട് ഓഫ് എനർജി വെച്ചിട്ടാണ് ഈ പിരമിഡ് എഴുതുന്നത്. പിരമിഡ് ഓഫ് എനർജി ഗിവ്സ് ദി ബെസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദി ട്രോപ്പിക് റിലേഷൻഷിപ്പ് ആൻഡ് ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. ഓർത്തിരിക്കുക ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും പിരമിഡ് ഓഫ് എനർജി. അറ്റ് എവറി സക്സസീവ് ട്രോപ്പിക് ലെവൽ ദർ ഇസ് എ ഹ്യൂജ് ലോസ് ഓഫ് എനർജി. അബൌട്ട് 90% എനർജി എന്താണ് ഹീറ്റിന്റെ ഫോമിലും റെസ്പിറേഷന്റെ ഫോമിലും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. സോ എന്താണ് അറ്റ് ഈച്ച് നെക്സ്റ്റ് ഹയർ ലെവൽ ഓൺലി 10% ഓഫ് എനർജി പാസസ്. എന്ത് ചെയ്യുന്നു 10% ഓഫ് എനർജി മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് പറയാൻ കഴിയും എന്താണ് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും അപ്രൈറ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനും ഏറ്റവും കുറവ് ആർക്കായിരിക്കും ടോപ്പ് കാർണിവോസിനുമായിരിക്കും. ഓക്കെ, സോ ഈ പിരമിഡും വരയ്ക്കാൻ പഠിച്ചിരിക്കുക. ഇനി നമുക്ക്
പഠിക്കാനുള്ളത് ഹൗ ഡസ് എനർജി ഫ്ലോ ഇൻ എ ഇക്കോസിസ്റ്റം ആണ്. നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.